ഷെയർ ചെയ്തിരിക്കുന്നേ? എന്റെ ജാതകത്തിൽ ഉണ്ടായിരുന്നു വിക്രം സാറിന്റെ കൂടെയൊക്കെ സ്റ്റേജ് ഷെയർ ചെയ്യാൻ പറ്റുന്നു. എന്റെ ജാതകത്തിൽ അങ്ങനെയല്ല, ഞാൻ സ്വപ്നം പോലും കണ്ടിട്ടില്ല. പക്ഷെ എനിക്ക് ആ ഒരു ഭാഗ്യം കിട്ടിയിരിക്കുകയാണ്. റെമോന്റെ ഒപ്പമാണ് ഞങ്ങളിപ്പോ സ്റ്റേജ് ഷെയർ ചെയ്തിരിക്കുന്നത്. ആൻഡ് this Remo is from our Kerala and he is Rami. ശരിക്കും പറഞ്ഞാൽ വിക്രം സാറിന്റെ മോന് ഇദ്ദേഹത്തിന്റെ പോസ്റ്റിൽ കമന്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ലുക്ക് കണ്ടിട്ട്. ഞാനും ആദ്യം വിചാരിച്ചു ഒരു ബൈക്കിൽ കൂളായിട്ട് റെമോ എന്നിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴേ നമ്മൾ ഞെട്ടിപ്പോയി. പക്ഷെ ഇപ്പോഴും കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയില്ല. ഈ സൈഡിൽ നിന്നൊക്കെ നോക്കുവാണെങ്കിൽ കറക്റ്റ് റെമോ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ലുക്ക് ഇങ്ങനത്തേക്ക് ആയതാണോ, അത് ആരെങ്കിലും പറഞ്ഞതിന് ശേഷം ഇങ്ങനെ ആയതാണോ എന്ന് പറയാമോ? ആക്ച്വലി എനിക്ക് കോളേജിൽ പഠിക്കുന്ന ഫ്രണ്ട്സൊക്കെ പറയാറുണ്ട് ചെറിയ വിക്രം സാറിന്റെ ലുക്ക് ഉണ്ടായിരുന്നു. അപ്പം ഞാനന്ന് ഓർത്തു, അന്നൊന്നും എനിക്കിതുവരെ മുടിയൊന്നും വളർത്താൻ അങ്ങനെയൊന്നും പറ്റിയില്ല. പിന്നീട് ഇത് ഫ്രീ ആയി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അങ്ങോട്ട് ഇതായി. അപ്പം ഞാൻ ഓർത്തുന്ന ഈ റെമോ സ്റ്റൈലൊന്ന് പിടിച്ചാലോന്ന് ഓർത്ത്. അപ്പം ഒന്ന് കയറി പോന്നപ്പം എല്ലാവർക്കും ഭയങ്കര ഇതാണ് പറഞ്ഞപ്പോൾ കറക്റ്റ് റെമോ ലുക്കുണ്ട്. അങ്ങനെ ഒരുപാട് പേര് ഇങ്ങനെ എന്നോട് പറഞ്ഞു. പക്ഷെ എന്നെ കോളേജിലൊക്കെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞതാ, ഞാൻ അന്ന് സീരിയസ് ആയിട്ട് എടുത്തില്ലാന്നേ. എന്നെ പറഞ്ഞേ ആരൊക്കെ പോലെ പുറത്തു പറയാൻ കൊള്ളുന്നൊന്നും പറഞ്ഞിട്ടില്ല. എങ്ങനെ പറയൂ അത്? ഇപ്പൊ വീഡിയോ വൈറലായതിനു ശേഷം ഇപ്പൊ ഈ റെമോ ലുക്കിലാണോ ഫുൾ ടൈം? അതെ അതെ, ഈ വീഡിയോ വൈറലായി കഴിഞ്ഞ പിന്നെ നമ്മുടെ കോട്ടയം റെമോ എന്നാണ് എന്നെ അറിയപ്പെടുന്നത്. കോട്ടയം റെമോ. സ്ഥലം കോട്ടയമാണോ? കോട്ടയം ഏറ്റുമാനൂരിലെ റെമോ. എന്നതല്ലേ, സൂപ്പർ. ഓക്കെ. അപ്പം അങ്ങനെ അറിയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഒരുപാട് പേര് എന്നെ തിരിച്ചറിയുന്നുണ്ട്, ഒരുപാട് പേര് ഇങ്ങനെ തിരിച്ചറിയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഫാൻസ്. ആക്ച്വലി വിക്രം സാറിന്റെ മോൻ കമന്റ് ചെയ്ത സമയത്ത് എപ്പോഴെങ്കിലും തിരിച്ചൊരു മെസ്സേജ് അയച്ചിട്ട് വിക്രം സാറിനെ നേരിട്ട് കണ്ടാൽ, കാരണം അതൊരു എന്താ പറയുക, ഒരു ബ്രിഡ്ജ് ആണല്ലോ കണക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ആ രീതിയിലൊന്ന് കണക്ട് ചെയ്യാൻ ശ്രമിച്ചോ? പിന്നെ തീർച്ചയായിട്ടും അങ്ങനെ ഒരു കണക്ഷൻ എവിടെയെങ്കിലും കിട്ടിയോ? ഇപ്പൊ സാറിന്റെ മോൻ എന്തായാലും ഞാൻ കുറച്ചുകൂടെ ഒരു എന്താ പറയാ, മറ്റേ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങണമെന്ന് എനിക്ക് എന്താ പറയാ, നമുക്കൊരു ആഗ്രഹമുണ്ട്. പക്ഷെ അത് നടക്കുമെന്നറിയില്ല. നമ്മളിപ്പോ അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണാനൊക്കെ എളുപ്പമാണല്ലോ. പക്ഷെ അങ്ങനെ ഇറങ്ങണമെങ്കിൽ ഈ ലുക്ക് മാറ്റി റമീസിന്റെ ലുക്കിൽ വരേണ്ടി വരും അല്ലേ? റെമോയുടെ ലുക്കും ഉണ്ണി മൂന്നിന്റെ ശബ്ദവും. അതെ അതെ, അങ്ങനെയാണ്. ഇങ്ങനെയാണ് ഉണ്ണിമൂന്നന്റെ സൗണ്ട് പോലെ. ഇനി വേറെ ആരുടെങ്കിലും ഒക്കെ എന്തെങ്കിലും ഞാൻ ആക്ച്വലി ഞാൻ ഇതിനു മുമ്പ് ഒരു KGF മറ്റേ റോക്കി ബായ് സ്റ്റൈൽ ഒന്ന് പിടിച്ചായിരുന്നു. നല്ല താടിയൊക്കെ വെച്ച് അത് പിടിച്ചു. അത് ഇത്രം എന്താ പറയാ അങ്ങ് വൈറലൊന്നും ആയില്ല. അങ്ങനെ പിന്നെ അത് മാറ്റി റെമോ ആണ് നമുക്ക് ടോപ്പിൽ. അപ്പൊ ഈ ട്രെൻഡ് മാറുന്നതിനനുസരിച്ച് ഓരോ ആൾക്കാരുടെ രൂപം ഇങ്ങനെ എടുക്കാറുണ്ടോ? അങ്ങനെയില്ല, ബാക്കിലേക്ക് കോമ്പ് ചെയ്താൽ ചിലപ്പോ അമ്പിയാവില്ലോ. പിന്നെ തീർച്ചയായിട്ടും ഫ്രണ്ടിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് കണ്ടോ, ഞങ്ങൾ നോക്കട്ടെ. അതാ പ്രിയ സുഹൃത്തുക്കളെ, റെമോ ഇപ്പോൾ ദാ അമ്പിയാവാൻ നിന്നും അന്യനിലേക്കുള്ള ദൂരം ചെറുത്. അമ്മച്ചേ സൈഡിന് കറക്റ്റാ. നന്ദിനി എന്റെ ഒന്ന് ഇഷ്ടമാണെന്ന് പറയൂ. നന്ദിനി സൈഡ് നോക്ക്. നന്ദിനി എന്റെ ഇഷ്ടമാണെന്ന് പറയൂ. നന്ദിനി എന്നെ വിട്ടു പോകാതെ അതെ, നന്ദിനി എന്നെ വിട്ടു പോകാൻ ഇഷ്ടമല്ലാന്ന് പറഞ്ഞു. അപ്പൊ അമ്പി അയക്കോ? അഞ്ചുകൊലേ ശരിക്കല്ലേ? ഇത്ര സ്വീറ്റ് ആവല്ലേ? ഐ തിങ്ക് റമീസിന് റെമോയും അമ്പി ആവാൻ പറ്റുള്ളൂ. അന്യൻ കുറച്ച് ക്യൂട്ട് ആയി പോകും. അത് നമ്മളൊരു വൈകുന്നേരം 7 മണി സമയത്ത് വീട്ടിൽ കയറി ചെന്ന് നോക്കിയാൽ മതി, എല്ലാരും അന്യം. ഇപ്പൊ എല്ലാം സെറ്റ് ആണുള്ളത്. സൂപ്പർ സൂപ്പർ, ഗംഭീരം അല്ലേ? സൂപ്പർ ആയിരുന്നു, നല്ലായിരുന്നു. ഇവരെ കുറച്ചുകൂടെ അപ്രീഷിയേറ്റ് ചെയ്യണം. ബിക്കോസ് നമ്മൾ വിളിച്ച ഉടനെ തന്നെ അവർ നമ്മളോടൊപ്പം ഒന്ന് നടക്കാൻ പോലും അറിയാത്ത ഞങ്ങളുടെ കൂടെ ഇത്രയും വലിയ മോഡൽസ് നടന്നതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. വിക്രം സാറാ ഇവിടെ വന്നേന്നുണ്ടെങ്കിൽ അടുത്തതാരാ വരാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് അറിയണോ?